ഓക്കെ, നമുക്ക് അടുത്ത് പഠിക്കാനത് ഫൈൻഡിങ് LCM ബൈ ഡിവിഷൻ മെത്തേഡ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിവിഷൻ മെത്തേഡാണ് നമുക്ക് LCM കണ്ടുപിടിക്കാൻ ഒന്നുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഫാക്ടറൈസേഷൻ വെച്ച് ചെയ്യുന്നതിനേക്കാളും ഡിവിഷൻ മെത്തേഡ് വഴി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നേരത്തെ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെ ഗ്രൂപ്പ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അല്ലേ? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്ന സമയത്ത് പ്രൈം ഫാക്ടേഴ്സ് ഒക്കെ എഴുതിയിട്ട് അതിൽ ഏതൊക്കെ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാ ഗ്രൂപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ ചെറിയൊരു കൺഫ്യൂഷൻ എന്തായാലും വരും. എന്നാൽ ഈ ഡിവിഷൻ മെത്തേഡിൽ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. ശ്രദ്ധിച്ച് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. എക്സാമ്പിൾ പറഞ്ഞുതരാം. രണ്ട് നമ്പേഴ്സിന്റെ LCM നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ 12 ഉം 15, 12 and 15. നമ്മൾ HCF കണ്ടുപിടിക്കാൻ വേണ്ടി പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. HCF ചെയ്യുമ്പോൾ രണ്ട് നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ അങ്ങനെയൊന്നും നോക്കണ്ട. നമ്മൾ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ 12ലും 15ലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 12 മാത്രമേ ഉള്ളൂ. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 കിട്ടും. 15നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ 15 തന്നെ എഴുതുന്നു. നെക്സ്റ്റ് നമുക്ക് ഒന്നുകൂടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ 15 തന്നെ എഴുതി. നെക്സ്റ്റ് രണ്ട് നമ്പേഴ്സിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 15നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നെക്സ്റ്റ് പ്രൈം നമ്പർ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും അല്ലേ? ഇവിടെ ലാസ്റ്റ് നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടിയിരിക്കുന്ന രണ്ട് നമ്പേഴ്സും പ്രൈം നമ്പേഴ്സ് ആണ്, 1 ഉം 5 ഉം. അതുകൊണ്ട് അഗൈൻ നമുക്ക് ഫർദർ ഡിവിഷൻ ആവശ്യമില്ല. ഇവിടെ ലാസ്റ്റ് രണ്ട് പ്രൈം നമ്പേഴ്സ് തന്നെയാണ് കിട്ടിയത്, അതുകൊണ്ട് വേറെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന പ്രൈം നമ്പേഴ്സ് എല്ലാം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 2 into 3 into 5 equal to 2 into 2 4, 4 into 3 12, 12 into 5 60. 60 ആയിരിക്കും ഇതിന്റെ രണ്ടിന്റെ LCM. മനസ്സിലായോ? എന്താ അതിരാ? മിസ് അന്നേരം ഒന്നോ ആ 1 വരുന്നേ? 1നെ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. 1നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതേ നമ്പർ തന്നെയല്ലേ കിട്ടുന്നത്. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മെത്തേഡ് അല്ലേ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നേ? ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. വേറെ രണ്ട് നമ്പേഴ്സ് എടുക്കാം. 20, 35. 20യും 35ഉം എടുത്താൽ ആദ്യം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20യെ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. 20യെ ഡിവൈഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. 35നെ ചെയ്യാൻ പറ്റില്ല, അപ്പൊ നമ്മൾ 35 അതേപോലെ തന്നെ താഴേക്ക് എടുത്ത് എഴുതി. ഇനി അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. 35നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 35 തന്നെ എഴുതി. നെക്സ്റ്റ് 2 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ടും 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 5നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 35നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 2ഉം 3ഉം കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന പ്രൈം നമ്പർ 5. 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കിട്ടും. ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന രണ്ട് നമ്പേഴ്സും 1 ഉം 7 ഉം രണ്ടും പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് 1 പിന്നെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. 7 പ്രൈം നമ്പർ ആയതുകൊണ്ട് അഗൈൻ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി?
കിട്ടിയിരിക്കുന്ന പ്രൈം നമ്പേഴ്സ് ഒക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ യൂസ് ചെയ്ത പ്രൈം നമ്പേഴ്സ് ഒക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഏതൊക്കെ? 2 into 2 into 5 into 7 എത്ര വരും? 2 into 2 into 5 into 7. 2 into 2 4, 4 into 5 20, 20 into 7 140. അതായത് ഈ രണ്ട് നമ്പേഴ്സിന്റെയും LCM എന്ന് പറയുന്നത് 140. മനസ്സിലായോ ചെയ്തത്? എളുപ്പമല്ലേ ചെയ്യാൻ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ട് നമ്പേഴ്സ് തരാം, അതിന്റെ LCM ഒന്ന് കണ്ടുപിടിച്ച് നോക്ക്. ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കാം. 25 45. 25 and 45. ഒന്ന് ഈ ഡിവിഷൻ മെത്തേഡിൽ ഒന്ന് ഇതിന്റെ LCM ഒന്ന് കണ്ടുപിടിച്ച് നോക്കി. 25ന്റെയും 45ന്റെയും LCM നമുക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ഡിവിഷൻ മെത്തേഡ്. ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഫുൾ പ്രൈം നമ്പേഴ്സ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്കിതിനെ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ കൊണ്ടാണ് ആദ്യം ഡിവൈഡ് ചെയ്യേണ്ടത്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് വെച്ചാൽ 2. സെൻഡ് ചെയ്തിട്ടുണ്ട്. തെറ്റാണോ ശരിയാണോ? ശ്രീവിഷ്ണുവിന്റെ തെറ്റാണ്. സാരമില്ല, ഒന്നുകൂടി നോക്കാം. അപ്പൊ ആദ്യം നമ്മള് ഡിവൈഡ് ചെയ്യേണ്ടത് 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇവിടെ 25 ഉം 45 ഉം രണ്ട് നമ്പേഴ്സ് ഓൺ നമ്പേഴ്സ് ആണ് അല്ലെ? ഓൺ നമ്പേഴ്സ് ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കും. 2 കഴിഞ്ഞിട്ട് വരുന്ന പ്രൈം നമ്പർ 3. 3 കൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. 3 കൊണ്ട് 25നെ എന്തായാലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ? ചെയ്യാം. അപ്പൊ നമ്മള് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 25നെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 25 അതേപോലെ തന്നെ എടുത്തെഴുതി. 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 കിട്ടും. എഗെയിൻ നമുക്ക് 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ട് നമ്പറിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ വേണമെന്നില്ല. ഏതെങ്കിലും ഒന്നിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായാലും മതി. അപ്പൊ 25നെ 15നെയും വെച്ച് നോക്കിയാൽ 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 25നെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 25 അതേപോലെ തന്നെ എടുത്തെഴുതാം. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും അല്ലെ? ഇനി 25 ഉം 5 ഉം രണ്ട് നമ്പർ നോക്കിയാൽ രണ്ടിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഓപ്ഷൻ 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 എന്ന് കിട്ടും. നമുക്ക് ഫർദർ ഡിവിഷൻ ഇവിടെ ആവശ്യമില്ല. എന്തുകൊണ്ടാ? ലാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു പ്രൈം നമ്പർ തന്നെയാണ് അല്ലെ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? കിട്ടിയിരിക്കുന്ന പ്രൈം നമ്പേഴ്സിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം. 3 into 3 into 5 into 5. 3 into 3 into 5 into 5 equal to 3 into 3 9, 9 into 5 45, 45 into 5 225. എന്താ അതിന് ചെയ്തെന്തോ വ്യത്യാസം ഉണ്ടല്ലേ? ആ മിസ്സേ, ഞാൻ ആ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തിട്ടു. ഞാൻ 5 into 5 into 9 എന്നൊക്കെ. 5 into 5 into 9 ഓ? ആ മിസ്, വേറൊരു ക്വസ്റ്റ്യൻ. ആ ചോദിച്ചോ. ശ്രീവിഷ്ണു, എന്താ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ വേണമെന്നോ? ആ മിസ്സേ, ക്വസ്റ്റ്യൻ ചെയ്തത് മനസ്സിലായോ?
ഓക്കെ, ആദ്യം ചെയ്തതിൽ എവിടെയെങ്കിലും ഈ 3 into 3 പകരം 9 വന്നിട്ടുണ്ടാവും അല്ലേ? ആ കുഴപ്പമില്ല, എന്തായാലും 225 എന്ന് കിട്ടിയല്ലോ. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യാം. ഫസ്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പിന്നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പിന്നെ 7 കൊണ്ട്. 7 കഴിഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് 11 ആണ്. കാരണം 7 കഴിഞ്ഞിട്ട് വരുന്ന പ്രൈം നമ്പർ 11 ആയതുകൊണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. 27 36 27ഉം 36ഉം ഒന്ന് LCM കണ്ടുപിടിച്ച് നോക്കി. ആദ്യം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 27 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 36 ഡിവൈഡ് ചെയ്യുമ്പോൾ 18 കിട്ടും. അഗൈൻ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 27 പറ്റില്ല. 18 ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. അടുത്ത നമുക്ക് 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 27 ഡിവൈഡ് ചെയ്താൽ 9, 9 ഡിവൈഡ് ചെയ്താൽ 3. അതിലേക്ക് ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് അഗൈൻ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ 3 1. നമ്മൾ ഏതൊക്കെ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടേ? 2 into 2 into 3 into 3 into 3. 2 into 2 into 2 into 3 into 2 into 2 into 3 into 3 into 3. 2 into 2 4, 4 into 3 12, 12 into 3 36, 36 into 3 108. 2 2 3 3. ഞാനില്ല മിസ്സേ, ആ 9 കിട്ടിയ പിന്നെ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ഇല്ല, ആ 9 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അത് കുഴപ്പമില്ല, അങ്ങനെ ചെയ്താലും കിട്ടും. എന്നാലും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നേരത്തെ ആദ്രയ്ക്ക് പറ്റിയ പോലെ, നേരത്തെ ആദ്ര പറഞ്ഞില്ലേ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞില്ലേ. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ, എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ പ്രൈം നമ്പേഴ്സ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ ഡിവൈഡ് ചെയ്തിട്ട് ലാസ്റ്റ് പ്രൈം നമ്പർ വരുന്നവരെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് എഴുതിയെടുത്തോ. ഫസ്റ്റ് വൺ 16 20. 16 20. Second one 15 35. ഇത് രണ്ടെണ്ണവും നമ്മളിപ്പോ ചെയ്ത പോലെ ഡിവിഷൻ മെത്തേഡില് LCM കണ്ടുപിടിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയത്തില്ലേ 16 20 15 35. അപ്പൊ ഹോംവർക്ക് എല്ലാം ചെയ്തിട്ട് പേഴ്സണലായിട്ട് അയച്ചു തരാം. ചെയ്യാൻ മടിയാണിക്കല്ലേ ഹോംവർക്ക് ചെയ്യാൻ. അടുത്ത പീരീഡ് ഇനിയിപ്പോ കുറച്ച് സമയമുണ്ടല്ലോ, 3:15 വരെ സമയല്ലേ, ഇപ്പൊ തന്നെ ചെയ്ത് നോക്കിക്കോ. അടുത്ത പീരീഡ് നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് എടുക്കാം. ഓക്കെ, ബൈ.